ഹലോ ഫ്രണ്ട്സ്, പുതിയ സിനിമ പുതിയതല്ല, കഴിഞ്ഞ മാസം ഇറങ്ങിയ പടമാണ് മാർഗൻ എന്ന് പറഞ്ഞ സിനിമ. കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനത് പറയാൻ വരുന്നത്. ഒരു ദിവസം മിനിമം 1 സിനിമ കാണുന്ന മനുഷ്യനാണ് ഞാൻ. ഇഷ്ടപ്പെട്ട പടങ്ങൾക്ക് വേണ്ടി മാത്രമേ റിവ്യൂ പറയാറുള്ളൂ. കഴിവതും അല്ലാതെ കാണുന്നില്ലാത്ത റിവ്യൂ പറഞ്ഞ പരിപാടി ഇല്ല. അല്ലെങ്കിൽ പുതിയ റിലീസിങ് പടമായിരിക്കണം. മാർഗൻ എന്ന് പറഞ്ഞ വിജയാനയുടെ പടത്തിന് റിവ്യൂ പറയാനുള്ള കാരണം, ഈ ഒരു മാറ്റം ഇല്ലാതെ അതേപോലെ തന്നെ ആ മോന്ത പിടിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. അതായത് ആ പടത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോകും. പക്ഷേ പുള്ളി അത്ര ഒരുമാതിരം കോൾഡ് സ്റ്റോൺ ആയിട്ടുള്ളൊരു ഫേസ് കൊണ്ടുവന്നിട്ട് പോലും ആ പടത്തിൻ്റെ കഥ നിങ്ങളെ എൻഗേജിങ് ആണ്. ഹൂ ഡൺ ഇറ്റ് ടൈപ്പ് ഓഫ് ത്രില്ലറാണ് ഈ പടം. അതിൽ എനിക്കത് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷനും അല്ലെങ്കിൽ ജലബിംബം അങ്ങനത്തെ സ്റ്റൈലുള്ള സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത്തരം പടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം പടങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളുണ്ട്. ഒരു നഗരത്തിലെ പല സ്ഥലങ്ങൾക്കകത്തായിട്ട് റിപ്പീറ്റായിട്ട് ചെറിയ പ്രായത്തിലുള്ള യുവതികളായിട്ടുള്ള ജസ്റ്റ് ജോലിക്ക് പോകുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും കരിഞ്ഞ് ഒരുമാതിരി എന്താ പറയുക, കരിക്കട്ട ബോഡികളുടെ കളറിലാണ് ബോഡി ഇരിക്കുന്നത്. പക്ഷേ ആരും കത്തിക്കപ്പെട്ടിട്ടില്ല, ബേൺ ചെയ്യപ്പെട്ടിട്ടില്ല, തീയുടെ സാമീപ്യം പോലും അടുത്തെങ്കിലും ഇല്ല. പക്ഷേ ഇവരെല്ലാം ഒരു പ്രത്യേക കളറിൽ ദേഹം മുഴുവൻ മാറിയിരിക്കുന്നു. നഗരത്തിൽ ഇത് റിപ്പീറ്റായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഇത് അന്വേഷിക്കാൻ വേണ്ടി വേറൊരിടത്ത് നിന്ന് ഈ കേസിൻ്റെ അന്വേഷണം ചോദിച്ച് വാങ്ങിച്ച് വേറൊരു നഗരത്തിൽ നിന്ന് വിജയാനനെ ഈ നഗരത്തിലെത്തുവാണ്. ഇതാണ് ഈ പടത്തിൻ്റെ കഥ. ഇവൻ്റെയും ഏതാണ്ട് ഒരു സൈഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ സോ ഹീ ഈസ് റിലേറ്റഡ് ടു സംതിങ്. അതാണ് അതിൻ്റെ പടത്തിൻ്റെ ഹുക്ക് തുടക്കത്തിലുള്ളത്. അത് തുടക്കത്തിലെ എനിക്ക് തോന്നുന്നൊരു ഒരു അരമണിക്കൂർ മിച്ചം നിങ്ങളിങ്ങനെ എന്ത് ഈ കാണിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ഡൗട്ട് അടിക്കാൻ വേണ്ടി മാത്രം ഇത് കാണേണ്ടി വന്നേക്കാം. പക്ഷേ ബോറിംഗ് ഒന്നുമല്ല, നമ്മൾ കണ്ടിരുന്നോളും. ഇതെന്തോ നടക്കുന്നത് കണ്ടിരുന്നോളും. കാരണം അത്ര ക്ലീൻ ആയിട്ട് പുതിയ കൊലപാതകങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാണോ ഈ പറയുന്നൊരു പർട്ടിക്കുലർ പയ്യൻ, അതായത് തമിഴ് അറിവ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പയ്യൻ, അവരുടെ നീന്തൽ താരമാണ്, അവൻ ഇതിനകത്ത് സസ്പെക്റ്റ് ആയിട്ട് മാറുന്നു. ആ സസ്പെക്റ്റിൻ്റെ പുറകെ അവർ അന്വേഷിച്ച് പോവുകയും അവനെ ചില പ്രത്യേക കഴിവുകൾ മൂലം കൂടുതലായിട്ട് ചില കാര്യങ്ങൾ, കഴിഞ്ഞുപോയ പാസ്റ്റ് ചില കാര്യങ്ങൾ അറിയാനുള്ള ചില കഴിവുകൾ അവനുണ്ട്. യെസ്, നൗ യു ആർ ഡൗട്ടിങ് ഇറ്റ് അല്ലേ? ഇതൊരു ഫാൻറ്റസി എലമെൻറ്റ് വന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞാനും തുടക്കത്തിൽ ഇത് കണ്ടപ്പോൾ അതാ ഓർത്തത്, അയ്യോ ചളവാക്കിയ കയ്യിൽ നിന്ന് പോയി എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അതിമനോഹരമായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺവിൻസിങ് ആകുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ആ കഥ എഴുതി അതിനെ ഫലിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിന് അവനെ സഹായിക്കുന്നത് അവൻ്റെ അച്ഛൻ എന്താണ് ജലത്തെക്കുറിച്ച് പറയുന്നുള്ള ഒരു പാറ്റേൺ ഉണ്ട്. എന്താണ് ജലം? ഭൂമിയുടെ രക്തമാണ് ജലം. നമ്മളെല്ലാം ജലത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ജലത്തിലാണ് നമ്മുടെ പ്രതിബിംബം കാണുന്നത്. നമ്മുടെ പ്രതികരണങ്ങളും പ്രതികാരങ്ങളും നമ്മുടെ ഇമോഷണൽ ബാക്കപ്പുകളും എല്ലാം നമ്മൾ ജലത്തിലൂടെ ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. ഇങ്ങനൊരു പാസ്റ്റ് പറയുന്നുണ്ട് ഇതിനകത്ത്. വളരെ ക്ലീനായിട്ട് ഇവൻ ഈ കാണിച്ചു കൂടുന്ന ഫാൻറ്റസി ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം അതിനോട് ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഇത് പറഞ്ഞാൽ പടം കാണാൻ കാത്തിരിക്കുന്നതിന് അത് മോശമായി പോകും. അതുകൊണ്ട് ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തുന്നത്. ലിയോ ജോബോൾ എഴുതിയ തിരക്കഥ, അതിനകത്ത് സംവിധാനം പുള്ളി തന്നെയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അണ്ടർ വാട്ടർ ഫ്രെയിംസ് ഒക്കെ അടിപൊളി. സംഗീതം ചെയ്തിരിക്കുന്നത് ഈ വിജയാൻ്റെ തന്നെയാണ്. ഈ പുള്ളി പണ്ട് ഇതിനെ ചെയ്തുകൊണ്ടിരുന്ന എന്ത് മ്യൂസിക്, നല്ല രസമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആ പറയുന്ന സ്റ്റണ്ട് സീനോടായിട്ട് ത്രില്ലറിനോടായിക്കോട്ടെ, ആ എലമെൻറ്റിനോട് നന്നായിട്ട് ചേർന്ന് പോകുന്ന, ഇഴുകി ചേർന്ന മ്യൂസിക് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. ആ തീം മ്യൂസിക് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആ പടത്തെ കണ്ടിരിക്കാൻ പറ്റും. തുടക്കത്തിൽ അരമണിക്കൂറിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി നിർത്തിയാൽ ഐ ജസ്റ്റ് സജസ്റ്റ് യു ഈ പടം ഒന്ന് കണ്ടു നോക്കുക. ഇത് പ്രൈമിനകത്താണെന്ന് തോന്നുന്നു കിടക്കുന്നത്, ആമസോൺ പ്രൈമിനകത്താണ് കിടക്കുന്നത്. ഒന്ന് കണ്ടു നോക്കുക. അവസാനം വരെയും നിങ്ങൾ കണ്ടിരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്താണ് ഈ പറഞ്ഞ ജലപ്രതിബിംബമെന്നോ അല്ലെങ്കിൽ ജലബിംബമെന്നോ ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ, നിങ്ങൾ ഈ മറ്റേ കെൻഡലിൻ്റെയൊക്കെ കേസ് ഓർക്കുന്നുണ്ടോ? ട്രിവാൻഡ്രത്ത് ഒരു കൂട്ടക്കൊലയൊക്കെ ഉണ്ടായ സംഭവം ഓർക്കുന്നു. ഞാനല്ലത് ചെയ്തത്, എൻ്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ വെളിയിൽ വന്നിട്ട് അവൻ ചെയ്താണെന്ന് ഇവൻ പറയുന്നൊരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ട്. അന്നത് കേട്ട ആൾക്കാർ മൊത്തം ഇത് ലൂസിഡ് ഡ്രീം, ആസ്ട്രൽ പ്രൊജക്ഷൻ. കാരണം നമ്മുടെ മലയാളിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അല്ല അവന് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് പാശ്ചാത്യ ലോകത്ത് ചർച്ച നടക്കുന്നതും ഭൂരിഭാഗം പേര് ഇതിനകത്ത് ഇത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതും അച്ചീവ് ചെയ്യാൻ വേണ്ടി പല മയക്കുമരുന്നുകളുടെ അല്ലാത്തതുമായിട്ടുള്ള മെത്തേഡുകൾ, ഇത് പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ പറഞ്ഞ ലൂസിഡ് ഡ്രീംസും ആസ്ട്രൽ പ്രൊജക്ഷനും ഒക്കെ പറയുന്ന സംഭവം. ഇതിനെ നമ്മുടെ പുരാണങ്ങളുടെ കാലത്ത് ഈ പറയുന്ന സംഭവത്തിനെ വേറൊരു വേർഷന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിവേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒത്തിരി പറയേണ്ടി വരും. എന്തുകൊണ്ട് രാമായണം മൊത്തം വായിച്ച് കേട്ടിട്ട് ലവകുശന്മാരോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഇത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്, ഇത് ആരാണ് ഈ മഹത്തായ കാവ്യം എഴുതിയത് എന്ന് ചോദിക്കുമ്പം എഴുത്തച്ഛൻ ഇനിയും മുമ്പോട്ടുള്ള 500 ഖണ്ഡങ്ങൾ എഴുതി കഴിഞ്ഞു, മുമ്പോട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് അറിയാമെന്ന് പറയുന്ന ഒരു ശ്ലോകമൊക്കെ ഉണ്ട്. ബേസിക്കലി അവർ പറയാൻ ശ്രമിക്കുന്നത് മുമ്പോട്ടുള്ള എന്തുമാത്രം നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നു, അതെങ്ങനെ കാണുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകൊണ്ട് കാണുമല്ല, നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ഭൂമിയുടെ പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങളുടെ കണ്ണിക്കൂടെ നിങ്ങൾ ഭാവിയെയും ഭൂതത്തെയും കാണാൻ ശ്രമിക്കുന്ന വാചകമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കുറേ തത്വങ്ങളാണ്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ തോന്നുന്നതല്ല നമ്മുടെ പ്രശ്നം. ഇവരിത് പറഞ്ഞു വെച്ച മെത്തേഡ് അടിപൊളിയാണ്. ഇതിൽ
അയാൾക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആയിട്ട് അയാളുടെ ഉള്ളിൽ ജലത്തിനകത്ത് കഴിയുന്ന ഒരു ആമയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ ജലത്തിനകത്ത് കഴിയുമ്പോൾ ഒരു ആമയായിട്ട് റിലേറ്റ് ചെയ്ത് അയാളുടെ ഉള്ളിലെ അയാളെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ. അതായത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് വന്ന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് വെച്ച് ആ സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നുള്ളൊരു ഒരു എലമെൻറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യേ ഇതെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോട് നിങ്ങൾക്കത് മോശമായിട്ട് തോന്നിയേക്കാം. ദയവ് ചെയ്ത് ഈ പടം കണ്ടു നോക്കുക, അത്രയും മാത്രമേ പറയുന്നുള്ളൂ. സമുദ്രത്തിൽ ഒരു ഇച്ചിരി ഗസ്റ്റ് റോഡ് പോലെ വന്നു. അതിനകത്ത് ഈ പയ്യൻ്റെ നീന്തൽക്കാരൻ പയ്യൻ്റെ കാമുകിയായിട്ട് വരുന്നൊരു പെങ്കൊച്ചൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ക്ലീനായിട്ടുള്ള ഫീല് പോകുന്നത് ഈ മോട്ടീവ്, എന്തുകൊണ്ട് ഈ സീരിയൽ കില്ലർ ഈ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തിന് ഈ സെറം, ഒരു പ്രത്യേക സെറമാണ് ആൾക്കാരെ അങ്ങനെ ആക്കുന്നത്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ മോട്ടീവ് വളരെ മനോഹരമായിട്ട് ഇന്നത്തെ നിലവിൽ ഓടുന്ന ഒരു സാമൂഹ്യ ഒരു സോഷ്യൽ ടാബു, ആ ടാബുവിനോട് വളരെ ക്ലീനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മോട്ടീവിനകത്ത് ഒരു തെറ്റും തോന്നത്തില്ല. അത് കുഴപ്പമില്ല, അത് കറക്റ്റാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഒരാൾ സീരിയൽ കില്ലർമാരുടെ എല്ലാം മോട്ടീവ് അങ്ങനെയാണല്ലോ. അവർക്ക് തോന്നിയ അപമാനം സങ്കടമൊക്കെ ആണല്ലോ അവരെ ഇങ്ങനെ ആക്കുന്നത്. ആ ഒരു നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും വർത്താണ്, കാണേണ്ടതാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. ആൻഡ് യു മേ ലൈക്ക് ഇറ്റ്. ഐ സ്ട്രോങ്ലി സജസ്റ്റ്. അത്രേ പറയുന്നു. അടുത്ത പടമായിട്ട് വീണ്ടും കാണാം.